ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിലെ അടയാളങ്ങൾ കർത്താവ് വരുന്നു എന്ന് നമ്മെ കാണിക്കുന്നു. കർത്താവ് ഉടൻ വരുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ അടയാളം യഹൂദ ജനത സ്വദേശത്തേക്ക് മടങ്ങി വരുന്നതാണ്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അലഞ്ഞു തിരിഞ്ഞു കൊണ്ടിരുന്ന യഹൂദ ജനത 2000 വർഷത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ അതിപ്രാധാന്യമർഹിക്കുന്ന ഒരു ആധുനിക അത്ഭുതമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ വലിയൊരു വിഭാഗം ജൂത ജനത സ്വന്തം ദേശത്തിലേക്ക് മടങ്ങാൻ തുടങ്ങി. ആ ദേശം അക്കാലത്ത് പലസ്തീൻ എന്ന് അറിയപ്പെട്ടിരുന്നു. അവർ അവിടെ താമസിച്ചിരുന്നവരിൽ നിന്ന് ഭൂമി വാങ്ങി ചതുപ്പുകൾ നികത്തുവാനും നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ടിരുന്ന മുഴുവൻ പ്രദേശങ്ങളും കാർഷിക ഉപയോഗത്തിനായി വീണ്ടെടുക്കുവാനും തുടങ്ങി. നീണ്ട തുർക്കി അധിനിവേശ കാലത്ത് നിയമം അനുശാസിക്കുന്ന പ്രകാരം ഓരോ വൃക്ഷത്തിനും ഉടമസ്ഥർ നികുതി നൽകുന്നത് ഒഴിവാക്കാൻ വൃക്ഷങ്ങളുടെ മുഴുവൻ പ്രദേശങ്ങളും ഏകപക്ഷീയമായി വെട്ടിമാറ്റിയിരുന്നു. യഹൂദ കുടിയേറ്റക്കാർ വലിയ തോതിൽ തരിശു ഭൂമിയിലേക്കെത്തി. വളരെ പ്രയത്നത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടി മലേറിയയുടെയും മറ്റു മൃഗങ്ങളുടെയും മധ്യേ ജീവൻ പണയം വെച്ച് ഭൂമി വീണ്ടും ഉൽപാദനക്ഷമമാക്കുന്നതിൽ അവർ വിജയിച്ചു. യഹൂദ ജനത സൃഷ്ടിച്ച തൊഴിലവസരങ്ങൾ തേടി ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം തൊഴിലാളികളെ ദേശത്തിലേക്ക് കുടിയേറാൻ ആകർഷിച്ചു. പ്രത്യേകിച്ചും 1948 മെയ് മാസത്തിൽ ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ശേഷം ബൈബിൾ പ്രവചനങ്ങളുടെ നേരിട്ടുള്ള നിവൃത്തി എന്ന വണ്ണം സങ്കല്പിക്കാവുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും യഹൂദരുടെ പലസ്തീൻ പ്രയാണത്തിൻ്റെ തിരമാലകൾ തന്നെ ഉണ്ടായി. നമ്മുടെ തലമുറയിലെ അവരുടെ മടങ്ങിവരവ് അർത്ഥമാക്കുന്നത് ഈ തലമുറയിൽ തന്നെ കർത്താവ് തന്റെ സഭയ്ക്കായി മടങ്ങി വരും എന്നാണ്. 7 വർഷത്തെ മഹോദ്രവ കാലത്തിന് മുമ്പായി അവിടുന്ന് വരും. ആ സമയത്ത് ഇസ്രായേൽ അവളുടെ മെശിഹായുടെ അടുത്തേക്ക് മടങ്ങി വരും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-34 വാക്യങ്ങൾ. അത്തിവൃക്ഷം തീർച്ചയായും ഇസ്രായേലാണ്. അത്തിവൃക്ഷത്തിൻ്റെ സാദൃശ്യം ഇസ്രായേലിന്റെ തുല്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ദേശത്തിനെതിരായി വന്ന ഒരു ജനത എൻ്റെ മുന്തിരിവള്ളിയെ നശിപ്പിക്കുകയും എൻ്റെ അത്തിവൃക്ഷത്തെ നശിപ്പിക്കുകയും ചെയ്തു. യോവേൽ 1:7. മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും അതേ രൂപകങ്ങൾ ഇസ്രായേലിനെ സൂചിപ്പിക്കാൻ ഹോശയ്യ പ്രവാചകൻ ഉപയോഗിക്കുന്നു. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിൽ ആദ്യം ഉണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ഹോശയ്യ 9:10. സമാന്തര വേദഭാഗങ്ങൾ നോക്കിയാൽ അത്തിവൃക്ഷത്തിൻ്റെയും മറ്റു വൃക്ഷങ്ങളുടെയും തളിർക്കൽ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നതിൻ്റെ അടയാളമാണ്. ലൂക്കോസ് 21-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഒരു ഉപമയും അവരോട് പറഞ്ഞു, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. ആവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. അത്തിവൃക്ഷമായ ഇസ്രായേലിലെ യെരൂശലേമിൽ നടക്കേണ്ട അടയാളങ്ങളെക്കുറിച്ച് 20-24 വാക്യങ്ങൾ. ഇതര വൃക്ഷങ്ങളായ ജാതിയിലെ അടയാളങ്ങളെക്കുറിച്ചുമാണ് 10-11 ലൂക്കോസ് മുൻ വാക്യങ്ങളിൽ സംസാരിക്കുന്നതെന്ന് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കാം. മത്തായി 24-ലും ലൂക്കോസ് 21-ലും സൂചിപ്പിക്കുന്ന അടയാളങ്ങൾക്ക് സമാനമായ അസാധാരണമായ അടയാളങ്ങൾ ഇസ്രായേൽ ജനതയിൽ നിന്നും മറ്റും ജാതികളിൽ നിന്നും ഉയർന്നു തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തതായിരിക്കുന്നു എന്ന് ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു.
പണ്ടുള്ള പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതുപോലെ അത്തിവൃക്ഷം തളിർക്കുന്നതിനെക്കുറിച്ചും വളർന്നു വരുന്നതിനെക്കുറിച്ചും യഹൂദ ജനത അവരുടെ ദേശത്തിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.